എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഫേഷ്യൽ മസാജിനെ കുറിച്ചാണ്. അപ്പോൾ ഞങ്ങൾ ബ്യൂട്ടി കോളേജിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച സമയത്ത് നമ്മളെ ഫേഷ്യൽ മസാജുകൾ പഠിപ്പിക്കൂല. അപ്പോൾ ആ ഒരു മസാജിങ് രീതി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. നമ്മളത് മറ്റുള്ളവർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ കറക്റ്റ് പൊസിഷനും കാര്യങ്ങളും ഒക്കെ വരുന്നത്. എങ്കിൽ തന്നെയും ഞാനത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മുടെ കൈകൾ എങ്ങനെയാണ് പിടിക്കേണ്ടത് ആ ഒരു രീതിയും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, റെക്കോർഡ് ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ ആ സ്റ്റെപ്പുകളെല്ലാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഫേഷ്യൽ മസാജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ആകാനും അതുപോലെ നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ഒക്കെ റീജനറേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഫേഷ്യൽ മസാജ് നമ്മളെ സഹായിക്കും. ഫേഷ്യൽ മസാജ് മാത്രമല്ല, ഫുൾ ബോഡി മസാജും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ തരാനും നമ്മുടെ സ്കിന്നിന് നല്ല റിജ്യൂനേറ്റ് ആയിട്ടിരിക്കാനും ഒക്കെ അതുപോലെ ഫൈൻ ലൈൻസ് കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ മസാജ് ചെയ്യുന്ന കാര്യത്തില് പ്രത്യേക ഏജ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്കറിയാം, കുഞ്ഞു മക്കൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവരെ ഓയിലൊക്കെ വെച്ച് മസാജൊക്കെ ചെയ്ത് കുളിപ്പിക്കാറുണ്ടല്ലേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രഷറിന്റെ അളവും അതുപോലെ തന്നെ നമ്മൾ ആർക്കാണ് മസാജ് കൊടുക്കുന്നത് എന്നുള്ളതുമാണ്. പിന്നെ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് മസാജ് ചെയ്തിരിക്കണം. കാരണം ആ ഒരു സമയത്ത് നമ്മുടെ കൊളാജന്റെ അളവൊക്കെ കുറയുകയും അതുവരെ സ്കിന്ന് ടാഗ് ചെയ്യാനും അതുപോലെ ഫൈൻ ലൈൻസ് ഉണ്ടാക്കാനും നമ്മുടെ പോർസ് ഒക്കെ വലുതാകാനും ഒക്കെ ഉള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം തുടങ്ങി നമ്മൾ മസ്റ്റായിട്ടും ഫേഷ്യൽ മസാജ് ചെയ്തിരിക്കണം. നമ്മൾ മസാജ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ മുഖത്തൊക്കെ പുറത്തുനിന്ന് പറ്റിയിരിക്കുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ പോറിലേക്ക് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറൽ സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജനറൽ സ്ട്രോക്കില് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പ് ലിഫ്റ്റിംഗ് ദ ചീക്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ ചീക്സിനെ അപ്പ് ലിഫ്റ്റ് ചെയ്യുവാണ് ഇങ്ങനെ പോക്കറ്റിലേക്ക്. അപ്പൊ നമ്മൾ മറ്റൊരാളെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ ഫേസ് ഇവിടെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. ഇങ്ങനെ ചെയ്താണ് നമ്മൾ പോണത്. ചീക്കിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ രണ്ട് സൈഡും ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ചെയ്യാം. കണ്ടോ? ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ പോകാം. ഇങ്ങനെ, ഇതാണ് അപ്പ് ലിഫ്റ്റിംഗ്. അതായത് നമ്മൾ ചീക്ക് അപ്പിലേക്ക് ലിഫ്റ്റ് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി എളുപ്പം നമുക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യണതായിരിക്കും. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി അടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ ഇതില് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് സർക്കുലാർ സ്ട്രോക്ക് ഓൺ ദ ചീക്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മള് സർക്കുലർ ആയിട്ട് ഇങ്ങനെ വട്ടത്തില് നമ്മുടെ ഫേസ് ഇങ്ങനെ മസാജ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ വട്ടത്തില്. അതുപോലെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും പുറത്തേക്ക് നമ്മൾ ഔട്ട് ഡയറക്ഷനിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇൻവേർഡ്സ് വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് സ്കിന്ന് ടാഗ് ചെയ്ത് പോകാനൊക്കെ കാരണമാവും അത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് മസാജ് ചെയ്യുക, എപ്പോഴും ഇങ്ങനെ മസാജ് ചെയ്യുക. അപ്പൊ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നോസിന്റെ സൈഡ് ഇതുപോലെ തന്നെ ഷോർട്ട് സർക്കുലാർ സ്ട്രോക്ക് ഓൺ ദ സൈഡ് ഓഫ് ദ നോസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതായത് ഈ മൂക്കിന്റെ രണ്ട് വശങ്ങളിൽ, നമുക്കറിയാം ഈ മൂക്കിന്റെ രണ്ട് വശങ്ങളിൽ നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഒരുപാട് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഈ സൈഡുകളിൽ ഉണ്ടാകും. അതുപോലെ ചിലരുടെയൊക്കെ ഒരുപാട് ഇങ്ങനെ സ്കിന്നൊക്കെ പൊളിഞ്ഞ് ഒക്കെ ഇരിപ്പുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഈ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ചെയ്യുക. അപ്പൊ ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പം 1, 2, 3 സ്റ്റെപ്പുകൾ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് നാലാമത്തെ സ്റ്റെപ്പ് പഠിക്കാം. അപ്പൊ ഓരോ സ്റ്റെപ്പും നമ്മൾ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 4 പ്രാവശ്യം വെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
അടുത്തത് നാലാമത്തെ സ്റ്റെപ്പാണ്. നാലാമത്തെ സ്റ്റെപ്പ് പറയുന്നത് അയൺ ഔട്ട് ദ ബ്രിഡ്ജ് ഓഫ് ദ നോസ് എന്നാണെന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മുടെ മൂക്കിന്റെ പാലം നമ്മൾ മസാജ് ചെയ്യണയാണ്. അപ്പൊ മൂക്കിന്റെ പാലം നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് മസാജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ മൂക്കിന്റെ സൈഡുകളും നമ്മൾ മസാജ് ചെയ്യണം. ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ മൂക്കിന്റെ മേളിലേക്ക് സൈഡുകള് നമ്മൾ മസാജ് ചെയ്യണത്. അതുപോലെ തന്നെ നമ്മൾ മൂക്കിന്റെ ബ്രിഡ്ജ് നമ്മൾ മസാജ് ചെയ്യണത് ഇങ്ങനെയാണ്. ഇങ്ങനെ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ എന്തെങ്കിലും ഓയിലോ ക്രീമോ ഒക്കെ വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുക, അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുക. ഇതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ഇനി നമുക്ക് അഞ്ചാമത്തെ സ്റ്റെപ്പ് നോക്കാം. അപ്പൊ അടുത്ത നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊണ്ടുവന്ന് പ്രസ് അറ്റ് ദ പ്രഷർ പോയിന്റ് ആൻഡ് അയൺ ഔട്ട് ദ ഫോർഹെഡ് വിത്ത് 4 ഫിംഗർ മീറ്റ് അറ്റ് ദ ടെമ്പിൾ പോയിന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ പ്രഷർ പോയിന്റിൽ പ്രസ് ചെയ്തിട്ട് 4 ഫിംഗർ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ ഫോർഹെഡ് അയൺ ഔട്ട് ചെയ്തുകൊണ്ട് പോകണം. അയൺ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുക. അയൺ ഔട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് മീറ്റ് അറ്റ് ദി ടെമ്പിൾ പോയിന്റ് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ടെമ്പിൾ പോയിന്റ്. ഇവിടെ കൊണ്ടുപോയിട്ട് മീറ്റ് ചെയ്യണം. ഇവിടെ കൊണ്ടുപോയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അപ്പോ ഇതാണ് 4 സ്റ്റെപ്പുകൾ നമ്മുടെ ജനറൽ സ്ട്രോക്കിലുള്ളത്. അപ്പൊ ഈ 4 സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് എഴുതി ചോദിച്ചാൽ മതി. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് ജനറൽ സ്ട്രോക്ക് സ്റ്റെപ്പ് എ ആയിരുന്നു. ഇനിയിപ്പോ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് സ്റ്റെപ്പ് ബി ആണ്. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് സിസേഴ്സ് മസാജ് ആണ്. സിസേഴ്സ് മസാജ് എന്ന് പറഞ്ഞാൽ ഇതേ സിസർ, നമ്മുടെ കൈ ഇങ്ങനെ സിസർ പോലെ പിടിക്കുക. എന്നിട്ട് സിസേഴ്സ് മസാജ് ഇവിടെയാണ് നമ്മൾ സിസേഴ്സ് മസാജ് ചെയ്യുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഈ ഡബിൾ ചിൻ പോകാനും അതിനൊക്കെ നമ്മളെ സഹായിക്കും. നമ്മുടെ ചിന്ന് മസാജ് ചെയ്യുന്ന രീതിയാണത്. അതിനകത്ത് ഒന്നാമത്തെ ഒരു സ്റ്റെപ്പാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിങ്ങനെയാണ്. ഇതാണ് സിസേഴ്സ് മസാജ്. അതിനുശേഷം അയൺ ഔട്ട് ദ ലാഫർ ലൈൻ മീറ്റ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ ഹെയർ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ലാഫർ ലൈൻ നമ്മൾ ചിരിക്കുമ്പോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഓഫ് ദ ഹെയർ. ഇവിടെ നമ്മുടെ ഇവിടുത്തെ കൃതാവ് എന്നൊക്കെ പറയല്ലേ, അവിടെ ഇറങ്ങി നിൽക്കല്ലേ. അപ്പൊ അതാണ് നമ്മൾ അടുത്തത് സിസേഴ്സ് മസാജ്. ഇങ്ങനെ സിസേഴ്സ് മസാജ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ലിപ്സിന്റെ ഇവിടുന്ന് നമ്മൾ അയൺ ഔട്ട് ചെയ്യണം. അതായത് ഇങ്ങനെ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ നമുക്ക് ചെയ്യുമ്പോൾ അത് അങ്ങനെ ലിപ്സ് നമുക്ക് അങ്ങനെ അയൺ ഔട്ട് ചെയ്യാൻ, നമുക്ക് ലാഫർ ലൈൻ നമുക്ക് അങ്ങനെ അയൺ ഔട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഫിംഗർ ഇങ്ങനെ പിടിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ നമുക്ക് വളരെ ഈസിയാണ്ടോ. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാഫർ ലൈൻ അയൺ ഔട്ട് ചെയ്തുകൊണ്ട് പോകാനായിട്ട് വളരെ നല്ലൊരു രീതിയാണിത്. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം ഇതാണ് സിസേഴ്സ് മസാജില് ഉള്ള സ്റ്റെപ്പ്. ഇനിയിപ്പോ സ്റ്റെപ്പ് സി ആണ് നമുക്ക് പഠിക്കേണ്ടത്. സ്റ്റെപ്പ് സിയില് 3 സ്റ്റെപ്പുകളാണുള്ളത്. അതില് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അയൺ ഔട്ട് അറൌണ്ട് ദ ലിപ്സ് വിത്ത് ഇൻഡെക്സ് ഫിംഗർ. അതായത് നമ്മുടെ ലിപ്സിന് ചുറ്റും നമ്മള് ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് അയൺ ഔട്ട് ചെയ്യുക എന്നാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യണ രീതി എന്ന് പറഞ്ഞാൽ ഇതുണ്ട. ഇങ്ങനെയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. ഉണ്ടാവും ഇങ്ങനെ. അപ്പൊ ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് എവിടെ ലിപ്സിന്റെ അവിടെയൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതായത് ചിന്നിന്റെ എവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് പ്രഷർ ചെയ്യേണ്ടത്, ഫോർഹെഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ചീക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ജസ്റ്റ് ഓയിൽ എടുത്ത്, ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഇതിപ്പോ കേൾക്കുമ്പോൾ ഇത് ഒരുപാടുണ്ടല്ലോ, കുറെ നമുക്ക് ആകെ ബുദ്ധിമുട്ടാവൂല, ഇതെല്ലാം കൂടി ഇനി എങ്ങനെ പഠിക്കും ചെയ്യൂന്നൊക്കെ വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മളിത് ജസ്റ്റ് ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ കുളിക്കാൻ പോകുന്നതിന്
മുന്നേ ഓയിൽ വെച്ച് മസാജ് ചെയ്യണത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓയിൽ എടുത്ത് നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാണ്ട് ഇങ്ങനെയാ മസാജ് ചെയ്യുള്ളൂ, ഇങ്ങനെയൊക്കെയാ മസാജ് ചെയ്യത്തുള്ളൂ നമ്മൾ ചെയ്യുമ്പോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് അറിഞ്ഞിരുന്നാല് നമുക്ക് വെറുതെ ഓയിൽ വെച്ചിട്ട്, ഇത് നമ്മളെ ശരിക്കും ഫേഷ്യലിന് നമ്മൾ ചെയ്യണ ഒരു സ്റ്റെപ്പ് രീതിയാണെങ്കിലും നമുക്ക് ഓയിൽ വെച്ചായാലും നമ്മുടെ മുഖം മസാജ് ചെയ്യേണ്ട ഒരു രീതിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഓയിൽ വെച്ചോ ക്രീം വെച്ചോ എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഓയിൽ വെച്ചായിരിക്കും കുളിക്കുന്നതിന് മുന്നേ ഒന്ന് ഓയിൽ വെച്ചൊക്കെ മസാജ് ചെയ്യണത് വളരെയധികം നല്ലതാണ്. അപ്പൊ അങ്ങനെ ചെയ്യണതായിരിക്കും വളരെ നല്ലത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ രീതി അങ്ങ് പഠിപ്പിച്ചു തരണമെന്നേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒന്ന് കുളിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് എണ്ണ തേക്കണ സമയത്തായാലും ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ നമുക്ക് സ്റ്റെപ്പ് സിയില് അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. ഇനിയിപ്പോ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലിപ്സിന്റെ കോർണറാണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് പേർക്ക് കാണും ഈ വായി പൊട്ട് അല്ലെങ്കിൽ ഇവിടെയൊക്കെ പൊട്ടണ ഒരു ഇതൊക്കെ അല്ലെ, ചിലർക്ക് നമ്മൾ കാണാറുണ്ട് വായുടെ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കണത്, അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് എസ് രീതിയിൽ ഇവിടെ ഇങ്ങനെ എസ് അല്ലെങ്കിൽ 8 ഒക്കെ രീതിയിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. ഇതേ ഇങ്ങനെ നമ്മൾ അത് ക്ലോക്ക് വൈസും നമുക്ക് ചെയ്യാം, ആന്റി ക്ലോക്ക് വൈസും ചെയ്തു കൊടുക്കാം. അതുപോലെ തന്നെ സർക്കുലർ മോഷനിലും ചെയ്തു കൊടുക്കാം. അതായത് ഇങ്ങനെ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും. അതുപോലെ എസ് ആൻഡ് 8 ഇങ്ങനെ. എസ് നമുക്കറിയാലോ, എസ് 8 നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് അതുപോലെ 8 എഴുതുന്ന പോലെ തന്നെ നമ്മൾ ഇവിടെ ഫിംഗർ കൊണ്ട് 8 എഴുതുക. അതുപോലെ തന്നെ എസ് എഴുതുക. അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ സർക്കുലർ മോഷനിൽ ചെയ്തു കൊടുക്കുക. അപ്പൊ അതാണ് അടുത്ത സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി അപ്പോ അടുത്തത് നമ്മുടെ സ്റ്റെപ്പ് സിയിലെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. അത് നമ്മുടെ ഈ 4 ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോ റോൾ പാറ്റിംഗ് വിത്ത് 4 ഫിംഗേഴ്സ് എന്നാണ് അതില് ആദ്യം നമ്മൾ ചെയ്യണത്. അതായത് നമ്മൾ 4 ഫിംഗർ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ചീക്ക് മസിലൊക്കെ ഒന്ന് നമ്മളൊന്ന് റിലാക്സ് ആയി നിന്നതിന് ശേഷം നമ്മൾ ഈ 4 ഫിംഗർ കൊണ്ട് നമ്മുടെ ചീക്ക് ഇങ്ങനെ അപ്പിലേക്ക് നമ്മൾ തട്ടി കൊടുക്കുവാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളൊരു അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പിഞ്ചിങ് ആണ്. ഈ കവിള് മൊത്തം നമ്മൾ ഇങ്ങനെയൊന്ന് പിഞ്ചുക. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇന്നിങ്ങനെ പിഞ്ചുക. ഒരു 3-4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് ഇങ്ങനെ പിഞ്ചി കൊടുക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് ടാപ്പിംഗ്. ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെയൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഫേസ് ഫുള്ളൊന്ന് ഇങ്ങനെയൊന്ന് നമ്മുടെ ചീക്ക് ഫുള്ള് നമ്മൾ ഇങ്ങനെയൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതാണ് അടുത്തത്. ഇനി അതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ 4 ഫിംഗർ വെച്ചിട്ട് ചീക്സ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ പിഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് ജാപ്പനീസ് സ്വാം എന്ന് പറഞ്ഞിട്ട് ഒരു മസാജും കൂടി ഉണ്ട്. അത് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാം. ഈ ഭാഗം വെച്ചിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗം വെച്ചിട്ടായാലും ചെയ്തു കൊടുക്കാം. നമ്മളിങ്ങനെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് നമ്മൾ ഈ ഭാഗം വെച്ചിട്ട് ചെയ്തു കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ട്, അതായത് 1 2 3 വരുമ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് പ്രസ് ചെയ്യണം. അതായത് ഇവിടെ നമ്മുടെ ടെമ്പിൾ പോയിന്റിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രഷർ ചെയ്ത് കൊടുക്കണം. 1 2 3 നമ്മളിങ്ങനെ കറക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ ഒന്ന് പ്രഷർ ചെയ്ത് കൊടുക്കണം. അഗൈൻ 1 2 3 നമ്മളിങ്ങനെ കറക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ നമ്മളൊന്ന് ഇങ്ങനെ പ്രഷർ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതാണ് സ്റ്റെപ്പ് സിയിലെ എത്രയാണ് 3 സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. ആ 3 സ്റ്റെപ്പ്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും സ്റ്റെപ്പുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ആദ്യം നമ്മൾ സ്റ്റെപ്പ് എയിൽ പഠിച്ച ജനറൽ സ്ട്രോക്കും സ്റ്റെപ്പ് ബിയിൽ നമ്മൾ സിസേഴ്സ് മസാജ് പഠിച്ചു. പിന്നെ സ്റ്റെപ്പ് സി നമ്മൾ പഠിച്ചു. അതായത് സ്റ്റെപ്പ് സി ഫുള്ള് നമ്മൾ നമ്മുടെ ചീക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചീക്കിലെ ആ മസാജുകളും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഇത്രയും പഠിപ്പിക്കാന്നാണ്. ബാക്കി സ്റ്റെപ്പുകൾ നമുക്ക്
അടുത്ത വീഡിയോയിൽ പഠിപ്പിക്കാം. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ലെങ്ത് ആയി പോയാൽ നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളവരും വീട്ടിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഒരുപാട് വീഡിയോ ആയി കഴിയുമ്പോൾ നിങ്ങളായാലും ഓടിച്ചിട്ട് കാണും, ഇത് കംപ്ലീറ്റ് കാണൂല. അപ്പോൾ പിന്നെ തന്നെയല്ല, ചെറിയൊരു വീഡിയോ ആണെങ്കിൽ നമുക്കത് കുറച്ച് അധികം നേരം ഓർത്തിരിക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പതുക്കെ പതുക്കെ പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഇത് കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ചെയ്യണ സമയത്ത് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട്, ഇതൊക്കെ ഈ ഒരു രീതിക്ക് സാധാരണ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒന്ന് എണ്ണ തേച്ച് പോകുന്നതിന് പകരം ഈ ഒരു രീതിക്ക് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഗ്ലോ ആക്കി വെക്കാനും അതുപോലെ നമ്മൾ കൂടുതൽ സുന്ദരികളായിട്ടിരിക്കാൻ, നമ്മുടെ സ്കിന്നൊക്കെ നല്ല റെജുവിനായിട്ടായിട്ടിരിക്കാൻ, അതായത് പ്രായം കുറഞ്ഞ രീതിക്ക് ഇരിക്കാനായിട്ടും ഒക്കെ നമ്മളെ സഹായിക്കും. നമ്മൾ വെറുതെ ഒന്ന് കുളിക്കണതിന് മുന്നേ ഒരു 2 മിനിറ്റ് ഒന്ന് എണ്ണ വെച്ചൊന്ന് ചെയ്താലും ഒക്കെ മതി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എന്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പൊ ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നവർ ഇഷ്ടപ്പെടുന്നുണ്ടോ, നല്ല വീഡിയോസ് ആണോ, എന്തെങ്കിലും കറക്ഷൻ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുവാണെങ്കിൽ എനിക്കത് വളരെ സന്തോഷമായിരിക്കും. അപ്പോ ഇനിയിപ്പോ അടുത്തത് അടുത്ത ട്യൂസ്ഡേ ഞാൻ പോസ്റ്റ് ചെയ്യാം, ഇതിന്റെ ബാക്കി മസാജിങ് സ്റ്റെപ്പുകൾ കേട്ടോ. അപ്പൊ എല്ലാവരും എന്നും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.